വൃത്തിയുടെ ഒരു പക്കാ മാസ് കൊമേഴ്ഷ്യൽ പടമാകുമോ ഇത്? വൈശാഖ് ചിത്രം ഖലീഫ ആരംഭിച്ചു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. സൂപ്പർ ഹിറ്റ് ചിത്രം ടർബോയ്ക്ക് ശേഷം വൈശാഖ് ഒരുക്കുന്ന സിനിമയാണ് ഖലീഫ. ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കഴിഞ്ഞു. അണിയർ പ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രങ്ങളും നിർമ്മാതാക്കൾ പുറത്തുവിട്ടു. ഓഗസ്റ്റ് 6-ന് ലണ്ടനിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. 15 വർഷത്തിന് ശേഷം വൈശാഖും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുമെന്ന സിനിമയിലാണ് ഖലീഫ. വൈശാഖിന്റെ ആദ്യ സിനിമയായ പോക്കിരി രാജയിൽ മമ്മൂട്ടിക്കൊപ്പം പൃഥ്വിരാജും ഒരു പ്രധാന നായക കഥാപാത്രമായി എത്തിയിരുന്നു. ആമിർ അലി എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ജിനു വി എബ്രഹാമാണ് ചിത്രത്തിന്റെ രചയിതാവ്. ആദം ജോൺ, ലണ്ടൻ ബ്രിഡ്ജ്, മാസ്റ്റേഴ്സ്, കാപ്പ എന്നീ സിനിമകൾക്ക് ശേഷം ജിനുവും പൃഥ്വിരാജും വീണ്ടും കൈകോർക്കുന്ന സിനിമയാണിത്. ജോയ്ക്സ് ബിജോയാണ് ഖലീഫയ്ക്ക് സംഗീതം ഒരുക്കുന്നത്. ചമൻ ചാക്കോ എഡിറ്റിംഗും ജോമോൻ ടി ജോൺ ഛായാഗ്രഹണവും നിർവഹിക്കുന്നു. ചിത്രത്തിലെ മറ്റു അണിയറ പ്രവർത്തകരെക്കുറിച്ചും താരങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നിർമ്മാതാക്കൾ വഴിയേ പുറത്തുവിടൂ. സിനിമയുടെ അനൗൺസ്മെന്റ് പോസ്റ്റർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. കൈകൊണ്ട് മുഖം മറച്ച തരത്തിലുള്ള പൃഥ്വിരാജിനെയാണ് പോസ്റ്ററിൽ കാണാനാവുന്നത്. ജിനു എബ്രഹാം ഇന്നോവേഷൻസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. അതേസമയം ബോളിവുഡ് ചിത്രമായ സർസമീൻ ആണ് ഇനി പൃഥ്വിരാജിൻ്റെതായി പുറത്തിറങ്ങാനുള്ളത്. ചിത്രം ജൂലൈ 25-ന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങും. കജോളും ഇബ്രാഹിം അലി ഖാനും സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. അതേസമയം രാഷ്ട്രീയത്തിന് പ്രഥമ പരിഗണന നൽകുന്ന ഒരു കർഷകക്കാരനും സത്യസന്ധനുമായ സൈനിക ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് പൃഥ്വിരാജ് അഭിനയിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ.